എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുറച്ചെങ്കിലും എൻ്റെ വോയിസ് ക്ലിയർ ആണോ? ഒരുവിധം മാറി വരുന്നുണ്ട്. എന്നാലും ആ ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് മാറുമ്പോൾ ഉള്ളൊരു ക്ഷീണം ഉണ്ടല്ലോ, അത് നല്ലോണം ഉണ്ട്. ഓക്കെ, പരമാവധി ഉച്ചത്തിൽ പറയാൻ ശ്രമിക്കാം കേട്ടോ. സ്വതേ എൻ്റെ വോയിസ് കുറച്ച് ലോ ആണ്. എൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഈ അടപ്പം കൂടെ ആയപ്പോൾ വല്ലാത്തൊരു സിറ്റുവേഷനായി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ് കുറേ പേരെങ്കിലും ചോദിക്കണ്ടായിരുന്നു. ഒരുപാട് റിച്വൽസ് ചെയ്ത് നോക്കി, ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് ചെയ്ത് നോക്കി, എന്നിട്ടും എൻ്റെ പേഴ്സൺ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നില്ല, കാരണം എന്തായിരിക്കും എന്ന് കുറേ പേരെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ കാര്യം നമുക്ക് പേഴ്സണൽ റീഡിങ്ങിൽ നോക്കിയാലേ കേസ് ബൈ കേസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ജനറലായിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിൽ നിന്നും തടുക്കുന്ന ആ കാരണങ്ങൾ എന്താണ് എന്ന് ഒന്ന് ജനറലായിട്ട് നോക്കാൻ ശ്രമിക്കാം. കുറേയെങ്കിലും നമുക്ക് ക്ലാരിറ്റി കിട്ടും കേട്ടോ. അവരുടെ മനസ്സാണോ, അത് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നോക്കി അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇതെല്ലാം എല്ലാ പേർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എത്രത്തോളം റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളയുക. ഇത് നിങ്ങൾക്കൊരു ജനറൽ ഗൈഡൻസിന് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. ഫോഴ്സ്ഫുള്ളി ഒരിക്കലും റെസനേറ്റ് ചെയ്യാതിരിക്കുക. അതേപോലെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാതിരിക്കുക. അത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റിനെ കുറെ കൂടി പുറന്തള്ളും കേട്ടോ. നെഗറ്റീവ് തോട്ട്സ് ഒരിക്കലും ലൈഫിൽ കൊണ്ടുവരരുത്. അപ്പം ഞാൻ തുടങ്ങുന്നു. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഇവരുടെ അടുത്തേക്ക് വരുന്നതിൽ നിന്നും തടുക്കുന്ന ആ കാരണങ്ങൾ അത് എന്താണ് എന്നൊന്ന് കാണിച്ചു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണെ അവരുടെ അടുത്തേക്ക് വരുന്നതിൽ നിന്നും തടുക്കുന്ന കാരണങ്ങൾ എന്താണെന്ന് കാണിച്ചു തരും. What are the obstacles that my viewers person are facing in reaching out to them? Please tell me. എടുക്കാണേ. Ace of Pentacles. Okay, 5 of Swords. 3 of Wands. The World. വേൾഡ് കാർഡ് ഞാൻ പ്രതീക്ഷിച്ചതാണ്. 8 of Wands, Chariot, Page of Cups, 10 of Swords and 3 of Cups. 3 of Cups ബോട്ടം ഓഫ് ദി ഡെക്കാണ് കേട്ടോ. Ace of Pentacles വരുമ്പോൾ അവർക്ക് വേറെ എവിടെയോ നമ്മൾ നോക്കുന്ന എന്താണ്, എന്തുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യാത്തത് എന്നാണ്. ആദ്യത്തെ കാരണം അവർക്ക് വേറെ ഒരു തുടക്കം എവിടെയോ ലഭിച്ചിരിക്കുന്നു. അതായത് നിങ്ങളുടെ അടുത്ത് ജെന്യുവിൻ ആയിരുന്നിരിക്കില്ല അവരുടെ റിലേഷൻ. അവർ മറ്റെവിടെയോ ഒരു പുതിയ തുടക്കം കണ്ടിരിക്കുന്നു. അവിടേക്കാണ് അവരുടെ അഫിനിറ്റി ഇപ്പോൾ. ഇത് അവരുടെ ഒന്നുകിൽ ഒരു മാരീഡൊക്കെ ആണെങ്കിൽ അവരുടെ എക്സിസ്റ്റിംഗ് പാർട്ട്ണറുമായിട്ട്, അതായത് അവരുടെ സ്പൗസുമായിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് അവർ തിരിച്ചു പോയി, അങ്ങനെ ആവാം. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ മറ്റൊരാൾ വന്നിരിക്കുന്നു. ക്ലാരിഫൈ. ഏസ് ഓഫ് പെൻഡിക്കിൾസ്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ആവില്ല. നിങ്ങൾ ഉടനെ അയ്യോ അങ്ങനെയാണോ എന്നാലോചിച്ച് തകർന്നിരിക്കരുത്. ഇത് കേസ് ബൈ കേസാണ്, ഞാൻ വീണ്ടും പറയുകയാണ്. ഓക്കെ, ഇവരുടെ പുതിയ തുടക്കം ഒന്നുകിൽ ഇവരുടെ ജോബ്, അതായത് 8 of Pentacles, അല്ലെങ്കിൽ ഒരു പുതിയ ലവ് പാർട്ട്ണർ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പുതിയ തുടക്കം അവർക്ക് എവിടെയോ ലഭിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഇവർ പുതിയ ജോലിയൊക്കെ കിട്ടി നിങ്ങളിൽ നിന്നും അകന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയായിട്ടുണ്ടാവും. അവിടെ പോയി ഗ്യാപ്പ് വന്നപ്പോൾ ആ കണക്ഷൻ വിട്ടുപോയി. അവർക്ക് അവരുടെ സൈഡിൽ നിന്നായി പറയുന്നത്, നിങ്ങളുടെ കാര്യമല്ല. ഓക്കെ, അതേപോലെ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരുടെ എക്സിസ്റ്റിംഗ് സ്പൗസിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ട്ണറെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ നിങ്ങളെ അന്വേഷിച്ച് വരാത്തത്. ഓക്കെ, 5 of Swords. ക്ലാരിഫൈ. 5 of Swords.
നിങ്ങളുടെ ബന്ധം കൈവിട്ടു പോയി എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പേടിച്ചിരിക്കുന്ന പോലെയും കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒരു വെയിറ്റിംഗ് പീരീഡിൽ അവർ ഇരിക്കുന്ന പോലെ, അതായത് 7 ഓഫ് പെൻഡക്കിൾസും പേജ് ഓഫ് വോൺസും. ഒരു പക്ഷേ ഇവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇപ്പം തൽക്കാലം വിട്ട് നിൽക്കുന്നുണ്ടാവുക കേട്ടോ. നിങ്ങളെ എന്തോ ഒരു തരത്തിൽ ഇവർ വേദനിപ്പിച്ചിട്ടുണ്ട്. മനഃപൂർവ്വം അവരുടെ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ള ഭയം ഇവരെ തടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു മെസ്സേജ് കിട്ടിയാൽ ഒരു പക്ഷേ ഇവർ ആ വെയിറ്റിംഗ് പീരീഡ്, നിങ്ങളുടെ മെസ്സേജിനാണ് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളിൽ ചിലർ ചോദിക്കും ബ്ലോക്ക്ഡ് ആണ്, അപ്പം ഞാൻ എങ്ങനെയാണ് മെസ്സേജ് അയക്കുക? മെസ്സേജ് അയക്കാൻ ഓപ്ഷൻ ഉള്ളവർക്കുള്ള കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. എല്ലാവർക്കും എല്ലാം റെസനേറ്റ് ആവില്ല, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ബ്ലോക്ക്ഡ് ആയിരിക്കുന്നവരെ ബ്ലോക്ക് മാറ്റിയാൽ മാത്രമേ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് നമുക്ക് പറയാം. അതിന് മാനിഫെസ്റ്റേഷൻ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവർ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു മെസ്സേജ് വരും. മെസ്സേജ് വന്നാൽ നിങ്ങൾ ധൈര്യമായി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം, അതായത് നിങ്ങൾ ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു മെസ്സേജ് അയക്കും എന്നുള്ള പ്രതീക്ഷയിൽ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 3 ഓഫ് വോൺസ് വെച്ചിട്ട് അവിടെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ലോങ് ഡിസ്റ്റൻസുമാണ്. ഇവർ പ്ലാൻ ചെയ്യുകയാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ പ്ലാനിങ് ഇതിലും ആയിരിക്കും. സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ആ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം തന്നെയാണ് അവിടെ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നത് കേട്ടോ. ക്ലാരിഫൈ, ഞാൻ ഷഫിൾ ചെയ്തായിരുന്നു. ക്ലാരിഫൈ 3 ഓഫ് വോൺസ്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ് കാണിക്കുന്നത്. 6 ഓഫ് സ്വാർഡ്സ് ആൻഡ് ഓക്കെ ഹൈ പ്രീസ്റ്റസ്. ഇവിടെ ഇവരുടെ മദർ ഒരു വലിയ പ്രശ്നമാണ്. നിങ്ങളെ അല്ലെങ്കിൽ അവരെ ഫോഴ്സ്ഫുള്ളി സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കാൻ കാരണം ഇവരുടെ വീട്ടിലുള്ള ഒരു ഫീമെയിൽ പ്രസൻസ്. ഓക്കെ, ഇവരുടെ വീട്ടിലെന്നല്ല ലൈഫിലുള്ള ഒരു ഫീമെയിൽ പ്രസൻസ് ആണ് ഇവരെ നിങ്ങളിൽ നിന്നും ഇപ്പോൾ അകറ്റിയിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ അവരുടെ അമ്മ ആവാനാണ് പ്രബലമായ സാധ്യത. ഓക്കെ, മദർ ഇൻ ലോ ഇടപെട്ട് നീക്കുക. അതേപോലെ വീട്ടിലെ ലവേഴ്സ് ആണെങ്കിൽ അമ്മ പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ ഫാമിലി പ്രത്യേകമായിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി സെപ്പറേറ്റഡ് ആണിപ്പോൾ. ഇവരെ കാണാനോ കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല. ഇവർ സമ്മതിക്കുന്നുണ്ടാവില്ല അതിന്. പക്ഷെ നിങ്ങൾ ടെലിപ്പതിക്കലി കോണ്ടാക്ട് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ കാര്യങ്ങൾ അവർക്ക് അവിടെ അറിയാൻ സാധിക്കുന്നുണ്ട് എന്നവർ വിചാരിക്കുന്നുണ്ട്. അതേപോലെ ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസ്, ടാരോ, ജ്യോതിഷം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരോ നിങ്ങളോ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ടായിരിക്കും. അതിന് കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളോ അവരോ ഒരു ടാരോ റീഡർ ആവാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇവരെ പേടിച്ചിട്ടാണ് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നത്. ക്ലാരിഫൈ വേൾഡ് ക്ലാരിഫൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറയാം, അതും ഒരു ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ് കാണിക്കുന്നത്. ഇവർ ഓവർസീസ് എബ്രോഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളിൽ നിന്ന് വളരെ കാര്യമായ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കോണ്ടാക്ട് ചെയ്യാതിരിക്കാനുള്ളൊരു റീസൺ ആണോ എന്ന് നമുക്കറിയില്ല. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ക്ലാരിഫൈ ദ വേൾഡ്. ഒരു മെസ്സേജ് അയക്കാനൊക്കെ എന്താ ബുദ്ധിമുട്ട് അല്ലേ, ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും. ക്ലാരിഫൈ ദ വേൾഡ്. വാട്ട് ഈസ് ദ ഒബ്സ്റ്റക്കിൾ ഹിയർ? ക്ലാരിഫൈ ദ വേൾഡ്. What is the obstacle here? Okay, 9 of Pentacles and 10 of Swords. Okay, ഇവർ മനഃപൂർവ്വം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുകയാണ്. നിങ്ങളെ വിട്ട് ഇവർ യാത്ര ചെയ്തു പോയി. അതായത് എബ്രോഡോ മറ്റോ ഇവർ ജോലി സംബന്ധമായിട്ടൊക്കെ ആയിട്ട് ജോലിയൊക്കെ ആയിട്ട് ഇവർ പോയതായിരിക്കും. ഇവർ കുറച്ച് സെൽഫ് സെൻറ്റേർഡ് ആയിട്ട്, കുറച്ച് സെൽഫിഷായിട്ട് ഈ സമയം ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ സെൽഫിഷ്നെസ് നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട്. ഇവർക്കറിയാം. ഇവർ മനഃപൂർവ്വം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ. കാരണം സ്ട്രോങ് പെയിനാണ് അവിടെ കാണുന്നത്. നിങ്ങൾക്കാണ് ആ പെയിൻ, അവർക്കല്ല. ഓക്കെ, അതുപോലെ 9 ഓഫ് പെൻഡിക്കിൾസ് വരുമ്പോൾ അവർ വളരെ കാര്യമായിട്ട് തന്നെ സ്വന്തം കാര്യത്തിൽ, സ്വന്തം ജോലി, സ്വന്തം ജീവിതം, സ്വന്തം കാര്യങ്ങൾ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആ സമയം
നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് കൂടുതൽ കുറച്ച് പേര് ഓവർസീസ് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും ഒരു കൺസിഡറബിൾ ദൂരത്ത് താമസിക്കുന്നവരാണ് ഇവർ. ഓക്കെ, ക്ലാരിഫൈ. 8 of Wands. 8 of Wands. Wands എന്നൊക്കെ പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ എന്തുകൊണ്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല? ഓ, 10 of Cups, 10 of Pentacles. അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിക്കേഷന് തടസ്സം ഇവരുടെ കുടുംബമാണ്. അവിടെ ഉറപ്പായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. തേർഡ് പാർട്ടി ഏത് രീതിയിലും ആവാം. ഫാമിലി എന്ന് പറയുമ്പോൾ അറിയാലോ, എക്സ്റ്റെൻഡഡ് ഫാമിലി, അച്ഛൻ, അമ്മ, അവരെ അടങ്ങുന്ന കുടുംബമായിരിക്കാം. അല്ലെങ്കിൽ ഇവരുടെ സ്പൗസ്, ഹസ്ബൻഡോ വൈഫ് ഉള്ള, ഇവിടെ പ്രബലമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെയാണ് കാണുന്നത്. മറ്റേതിൽ അച്ഛൻ, അമ്മ മുതലായ, ചുരുക്കി പറഞ്ഞാൽ ഫാമിലി, ഏതെങ്കിലും തരത്തിലുള്ള ഫാമിലി മൂലം, ഇവരുടെ സ്ട്രോങ് ആയിട്ടുള്ള എതിർപ്പ് മൂലം നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരാതിരിക്കാൻ ഉള്ള കാരണം അതാ ഈ ഫാമിലി ആണെന്നാണ് കാണുന്നത്. ഇവർക്ക് ഫാമിലിയെ എതിർത്ത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ധൈര്യമില്ല. ഓക്കെ, ദ ചാരിയറ്റ്. ക്ലാരിഫൈ ദ ചാരിയറ്റ്. ഇവർക്ക് നിങ്ങളെ കാണാൻ വരണമെങ്കിൽ ഒരു കൺസിഡറബിൾ ഡിസ്റ്റൻസ് കവർ ചെയ്ത് മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. തടസ്സങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. നെക്സ്റ്റ് ആക്ഷൻ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ക്ലാരിഫൈ ദ ചാരിയറ്റ്. ക്ലാരിഫൈ ദ ചാരിയറ്റ്. 2 of Swords ആൻഡ് ദ ചാരിയറ്റ്. ചാരിയറ്റ് തന്നെ ഇത് ചെയ്യാണ്, ക്ലാരിഫൈ ചെയ്യാണ്. 2 of Swords പറയുമ്പോൾ ഒരു കൺഫ്യൂഷനിൽ പെട്ടവർ കിടക്കുകയാണ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയോ? നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ഇവരെന്ന് വെച്ചാൽ ഈ ഒരു പൊളിറ്റീഷ്യൻ്റെ ഒക്കെ സ്വഭാവമുള്ള ആൾക്കാരാണ് ഈ കുറേ ചാരിയറ്റിൻ്റെ ആൾക്കാർ കേട്ടോ. എന്ന് വെച്ചാൽ ഇവർക്ക് നിങ്ങളെ എങ്ങനെ അവരുടെ രീതിയിൽ കൊണ്ടുവരാൻ നന്നായിട്ട് അറിയാം. നിങ്ങൾ അവർ പറയുന്ന വിശ്വസിക്കും. ആ രീതിയിൽ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കെൽപ്പുള്ളവരാണ് ഇവർ. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ പറയും, നിന്നെ കാണാതെ അങ്ങ് വിഷമിച്ചിരിക്കുകയായിരുന്നു, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യും. തിരിച്ച് അപ്പുറത്ത് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് സെയിം തന്നെ പറയും, നിങ്ങളല്ലാതെ എൻ്റെ ലൈഫിൽ വേറെ ആരുമില്ല എന്നുള്ള രീതിയിൽ. ഇവർ യൂണിഫോംഡ് ജോബ്സിലായിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറയാറുണ്ടല്ലോ, യൂണിഫോം ധരിക്കേണ്ടതായിട്ട് ആവശ്യമുള്ള ജോലിയിൽ ഉള്ളവരാണ്. നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമായിട്ടും ഓവർലി സ്നേഹവും കാര്യങ്ങളും ഒക്കെ കാണിക്കും. പക്ഷേ നിങ്ങളുടെ അടുത്തൊന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇവർ അവിടെ അവരെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ രണ്ടുപേരെയും ഇവർ പറ്റിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, അങ്ങനത്തെ കുറച്ച് പേരെയും ഇവിടെ കാണുന്നുണ്ട്. ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്. ആർക്ക് എത്രത്തോളം റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക. ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്. ഇവര് വിട്ടുപോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യാത്തതെന്ന് പോലും നിങ്ങളുടെ അടുത്ത് പറയില്ല. പക്ഷെ നിങ്ങളെ വന്ന് കാണുമ്പോൾ ഇവർ ഭയങ്കര സ്നേഹമായി സംസാരിച്ച് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യും. അതാണ് ഇവരുടെ സ്വഭാവം. പേജ് ഓഫ് കപ്സ്. ഓക്കെ, ക്വീൻ ഓഫ് വാൻഡ്സ് ആൻഡ് 7 of Wands. വെച്ചാൽ അവിടെ ഒരു ക്വീൻ ഓഫ് വാൻഡ്സിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട്. ഇവർ സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ്, നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പേജ് ഓഫ് കപ്സ് പറയുമ്പോൾ ഓൺലൈൻ ആക്ടിവിറ്റീസ് ആണ്. പക്ഷേ ഇവർ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഓൺലൈൻ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ. ചിലർ ബ്ലോക്ക്ഡ് ആയിരിക്കും, നിങ്ങൾ നോക്കുമ്പോൾ ബ്ലോക്ക്ഡ് ആയിട്ട് തന്നെ കാണുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ ഒരു ഫേക്ക് ഐ ഡിന്നോ വേറെ ഒരു ഐ ഡിന്നൊക്കെ നിങ്ങളുടെ ഫേസ്ബുക്കൊക്കെ ഇവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇടയ്ക്ക് ബ്ലോക്ക് മാറ്റിയിട്ട് നിങ്ങളുടെ വേറെ ബോട്ട്സൊക്കെ ഇവർ കാര്യമായിട്ട് നോക്കുന്നുണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾ അറിയാത്ത രീതിയിൽ ഇവർ എന്തെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് വഴി ഒക്കെ നിങ്ങളുടെ കാര്യം ഇവർ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ക്ലാരിഫൈ ദിസ് സെറ്റ് ഓഫ് കാർഡ്സ്. ഈ ക്വീൻ ഓഫ് വാൻഡ്സ് നിങ്ങളാണോ തേർഡ് പാർട്ടി ആണോ എന്നാണ് എനിക്കറിയേണ്ടത്. മിസ്സിങ് എനർജി ആണ് കേട്ടോ. ഇവിടെ വേറെ ഒരു തേർഡ് പാർട്ടി ഒന്നും ഇല്ല. നിങ്ങളുമായിട്ട് എന്തോ വഴക്കിട്ടിട്ടുള്ള ഒരു സെപ്പറേഷൻ ആണിത്. ഓക്കെ, കാരണം നിങ്ങളെ പ്രതി അട്രാക്റ്റഡും ആണ്. ക്വീൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജി ഇവിടെ ഉണ്ട്. നിങ്ങളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് ബ്ലോക്ക് ചെയ്ത് ഇരിക്കട്ടെ
അപ്പോഴേ എൻ്റെ വില മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബ്ലോക്ക് ചെയ്യില്ലേ, അങ്ങനത്തെ ഒരു ചെറിയ പിണക്കം മൂലം നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ്സും ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇവരിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അന്വേഷിക്കുന്നത് കേട്ടോ. ചുമ്മായെങ്കിലും നിങ്ങളെ ഒന്ന് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇവർ കോണ്ടാക്ട് ചെയ്യും നിങ്ങളെ, കാരണം പേജ് ഓഫ് കപ്സിൻ്റെ എനർജി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവരുടെ സൈഡിൽ നിന്ന് സൂണർ ഓർ ലേറ്റർ ഒരു കോണ്ടാക്റ്റ് വരും. ഓക്കെ, ക്ലാരിഫൈ 10 of swords, clarify 10 of swords. Justice and the Emperor. ഇവിടെ ഇവരുടെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എംപറർ പറയുമ്പോൾ ഒന്നുകിൽ ഇവരുടെ ഈഗോ മൂലം ഇവർ നിങ്ങളെ ഇത് ചെയ്ത് ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഇവരുടെ ലൈഫിലുള്ള ഒരു എൽഡർലി വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാൾ, അത് ഇവരുടെ അച്ഛനോ അച്ഛൻ്റെ സ്ഥാനമുള്ളവരോ ആരെങ്കിലും ആയിരിക്കാം. അവരുടെ കൈപ്പിടിയിലാണ് ഈ പേഴ്സൺ, അതായത് ഈ ഫാദർലി ഫിഗർ ഇവർക്ക് നേരെ അന്യായമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ഇവർക്ക് വളരെ തീവ്രമായിട്ടുള്ള ചിന്തയുണ്ട്. നിങ്ങൾക്കും ആ ചിന്തയുണ്ട്. ന്യായപ്രകാരമല്ല ഇവർ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും തന്നെ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇവരിത് മനസ്സിലാക്കുന്നില്ല. ഇവരുടെ കടുംപിടുത്തം മൂലം ഇവർ കുറച്ച് കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, അതേപോലെ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ മുറുകെ പിടിക്കുന്ന ആളാണ് ഈ എംപറർ എന്ന് പറയുന്ന. അവര് വെച്ചത് നിയമം എന്ന് പറഞ്ഞ് ഇത് അവരുടെ വീട്ടിലുള്ള ഫുൾ കൺട്രോള് ഇവരുടെ കയ്യിലായിരിക്കും. അപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സണ് ഇവരെ എതിർത്ത് എന്തെങ്കിലും ചെയ്യാൻ പേടിയാണ്. ആ ഒരു ബ്ലോക്കേജ് മൂലമാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ രണ്ടുപേരും തന്നെ വളരെയധികം വേദന അനുഭവിക്കുന്നുണ്ട് ഈ സെപ്പറേഷൻ മൂലം. ഇത് ഈവൻ നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഇവിടെ ഫാദർ ഇൻ ലോ എന്നുള്ള രീതിയിലും വരുന്നുണ്ട്. നിങ്ങളെ ഫോഴ്സ്ഫുള്ളി സെപ്പറേറ്റ് ചെയ്ത് കാണും. എന്തെങ്കിലും ഡൗറി ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അന്യായമായിട്ട് പ്രവർത്തിച്ചിട്ട് ഇവർ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ വളരെയധികം പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഒരു ആക്ഷൻ എടുക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷനാണ് കാണുന്നത്. ക്ലാരിഫൈ 3 of cups. ക്ലാരിഫൈ 3 of cups. ചിലരെങ്കിലും ഒരു കൂട്ടുകെട്ടിലൊക്കെ പെട്ട് വഴി തെറ്റി ഇരിക്കുന്നതായിട്ട്, അത് തന്നെയാണോ എന്ന് അറിയില്ല, നോക്കട്ടെ. ഹെയറഫന്റ് ടവർ, അത് തന്നെയാണ് കേട്ടോ. ഇവിടെ ചിലരുടെ എങ്കിലും സിറ്റുവേഷനിൽ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് വിചാരിച്ചിരുന്ന ചിലർ നിങ്ങളെ പറ്റി ഇവർക്ക് തെറ്റായ ഇൻഫർമേഷൻസ് പാസ് ചെയ്തിട്ട് നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെ, ഓക്കെ, അതായത് സ്റ്റേബിൾ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ റിലേഷൻ, നിങ്ങൾ മാരീഡ് കപ്പിൾ ആയിരിക്കാനാണ് ഏറ്റവും സാധ്യത കേട്ടോ. അതായത് നിങ്ങളെ പറ്റി വളരെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് കൈമാറിയിട്ട്, ഇത് കൂടുതലും സോറി ടു സേ ഇവർ ഒരു ഡ്രിങ്കിങ്, ഒന്നിച്ച് ആൽക്കഹോൾ കഴിക്കുന്ന അങ്ങനത്തെ ഒക്കെ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ചീത്ത കൂട്ടുകെട്ട് എന്ന് തന്നെ പറയാം. ആ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഇപ്പോൾ ഒരു ടവർ മൂവ്മെൻറ്റ് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ ലവ് ലൈഫിലും ആയിരിക്കാം. ലൈക്ക് നിങ്ങളുടെ ലവ് പാർട്ട്ണറാണ്, അവിടെയും ഈ പറഞ്ഞ പോലെ ഏതോ ഒരു മൂന്നാമത് ഒരാൾ അല്ലെങ്കിൽ ഒരു ബഞ്ച് ഓഫ് ആൾക്കാർ ഇവരെ നിങ്ങളെ പറ്റി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റഡ് ആക്കിയിട്ടുണ്ട്. ഈ തെറ്റിദ്ധാരണ മൂലമാണ് ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാത്തത്. ഓക്കെ, ഇതിൽ നിങ്ങൾ കുറേ പേർക്കെങ്കിലും ഇതിൽ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഞാനൊരു 5 കാർഡ് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും എന്ന് ഞാൻ നോക്കുന്നുണ്ട്. ആർക്കെങ്ങനെ റെസനേറ്റ് ആവുന്നോ അതുപോലെ എടുക്കുക കേട്ടോ. എല്ലാവർക്കും ഇതിലൊരു ക്ലാരിറ്റി കിട്ടിക്കൊള്ളണമെന്നില്ല. നെക്സ്റ്റ് ആക്ഷനിൽ സ്റ്റിൽ കുറച്ചെങ്കിലും നമുക്കൊരു അറിവ് കിട്ടും. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ. ചിലര് ഓർത്ത് ഇരിക്കുകയാണ്. ഓക്കെ, ഓർമ്മകളിൽ പെട്ടിരിക്കുകയാണ്. ചിലര് ആ പെയിൻ സഹിച്ച് ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുകയാണ്. ചിലര് സ്ട്രെസ്സിലാണ്, ഉറക്കമില്ല,
എന്ത് ചെയ്യണമെന്നറിയാത്ത സിറ്റുവേഷനിലാണ്. മിസ്സിങ് ആണ്, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താണ് ആക്ഷൻ, കൺഫ്യൂഷൻസ് ആണ് അവിടെ കാണുന്നത് കേട്ടോ. ചിലരെങ്കിലും ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വരുന്നതായിട്ടും കാണുന്നുണ്ട്. സ്ട്രെങ്ത്തിന്റെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ ചിലരെങ്കിലും ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വരുന്നതായിട്ടും കാണുന്നുണ്ട്. കിങ് ഓഫ് പെന്റക്കിൾസ്, ചിലർ അവരുടെ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്തതിന് ശേഷം നിങ്ങളോടുള്ള റെസ്പോൺസിബിലിറ്റി തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളെ പേടിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കുന്നവരാണെങ്കിൽ അവിടെ ഒരു ആക്ഷൻ എടുക്കുന്നതിനെ പറ്റി അവർ ആലോചിക്കുന്നുണ്ട്. അതേപോലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് കിടക്കുന്നവരും ക്വീൻ ഓഫ് സോർട്സ്, അവരെ പേടിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കുന്നതെങ്കിൽ അതിനു വേണ്ടി എന്ത് ചെയ്യണമെന്ന് അവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈ ക്വീൻ ഓഫ് സോർട്സ്, വിൽ ദേ കം? സെവൻ ഓഫ് സ്പോർട്സ്, ഇവരെ ഒളിച്ച് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഈ തേർഡ് പാർട്ടിയെ ഒളിച്ച് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ടു മോർ കാർഡ്സ്, എയ്റ്റ് ഓഫ് പെന്റക്കിൾസ്, പല പല റെസ്പോൺസിബിലിറ്റീസിൽ അവർ പെട്ട് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിൽ ദേ കം? പേജ് ഓഫ് സോഴ്സ്, മെസ്സേജ് വരുന്ന ഇവിടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഇവരുടെ പഠനം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. റിസർച്ച്, ഈവൻ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആയിരിക്കും, റിസർച്ച് റിലേറ്റഡ് അങ്ങനെയൊക്കെ ഇവർക്ക് പഠനം ആവശ്യമുള്ള കാര്യമാണ്. അതിൽ ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു ഇപ്പോൾ, പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് കോണ്ടാക്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ലാസ്റ്റ് കാർഡ്, ക്വീൻ ഓഫ് വോൺസ്, ഉറപ്പായിട്ടും കാരണം ക്വീൻ ഓഫ് വോൺസിന്റെ ക്ലാരിഫിക്കേഷൻ വരുന്ന ടു ഓഫ് കപ്സ് ആണ്. ഒരു റീയൂണിയൻ, ചിലരെങ്കിലും നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ് അവര്. ചിലർ ഉറപ്പായിട്ടും ഒരു റീയൂണിയന്റെ റിക്വസ്റ്റുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ റെസനേറ്റ് ആവുന്നോ അതുപോലെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് പറയൂ. നിങ്ങളുടെ എല്ലാ കമൻസും ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് 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 സന്തോഷം. ഞാൻ നിങ്ങളെ എല്ലാവർക്കും വേണ്ടിയിട്ടും, എൻ്റെ റീഡിങ് കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ പ്രാർത്ഥന ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അതേപോലെ എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം നല്ലതായി തന്നെ വരട്ടെ. എല്ലാവർക്കും അവരവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് സാധ്യമാവട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പം നാളെ ചിലപ്പോൾ ഞാൻ റീഡിങ് ഒന്ന് സ്കിപ്പ് ചെയ്യും. നാളെ എനിക്ക് മോളുടെ കാര്യവുമായിട്ട് ഒരു ചെറിയ തടസ്സമുണ്ട്. അപ്പോൾ ചിലപ്പോൾ റെക്കോർഡിങ്ങിന് ടൈം കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ നാളത്തെ റീഡിങ് ഞാനൊന്ന് സ്കിപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം സബ്സ്ക്രിപ്ഷനാണ് നമ്മൾ തമ്മിലുള്ള ലിങ്ക്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജിയുമായിട്ട് പ്രോപ്പറായിട്ട് കണക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതിന് കൂടുതൽ എളുപ്പമായിരിക്കും കേട്ടോ. നിങ്ങളുടെ എനർജി കൂടെയാണ് ഞാൻ നിങ്ങളുടെ പേഴ്സണെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാമറിങ് ആണ്, കാരണം മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഒരു സ്റ്റാമറിങ് വരുന്നുണ്ട് ഇടയ്ക്ക്. ഓക്കെ, ക്ഷമിക്കുക. അപ്പോൾ വേഗം തന്നെ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ.